അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, 5 കാര്യങ്ങൾ അത് അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തെങ്കിലും ഒരു പരാജയം കാണുമ്പോ, പ്രതിസന്ധി കാണുമ്പോ, കുടുംബത്തിൽ കലഹം കാണുമ്പോ, കെട്ടിച്ചയച്ച മകളുടെ കുടുംബ ജീവിതത്തിൽ പരാജയമാണെന്ന് തിരിച്ചറിയുമ്പോ, ആരോ മൊട്ടയിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉസ്താദന്മാരുടെ അടുത്തിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിശാലയത്തിലോട്ട് ഓടല. എന്നാൽ അല്ലാഹു പറയാണ് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, പഠിച്ചു വെക്കണം 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് നബി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഒന്ന്, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുന്നതെന്ന് അത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരാൻ ഉസ്താദന്മാർക്ക് അറിയാം. അത് സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്നും പറഞ്ഞു തരാൻ അറിയാം. ഏത് വർഷത്തിലാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് അതിന്റെ തുടക്കമെന്ന് പറഞ്ഞു തരാൻ ഒരു ഉസ്താദിനും അറിയില്ല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണെന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. 2, അല്ലാഹുവോടൊന്ന് പറയുന്നു ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ്, മഴ എപ്പോൾ പെയ്യും, എത്ര പെയ്യും എന്നുള്ള കാര്യം അല്ലാഹുവിനെ അറിയുകയുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പറയും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അത് എത്രത്തോളം പെയ്യും, എവിടെ പെയ്യും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വയഅലമു മാ ഫിൽ അർഹാം, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അതാണാണോ പെണ്ണാണ്, കൈയുണ്ട് കാലുണ്ടോ എന്ന് 3-ാം മാസത്തിന് മുന്നേ അറിയാവുന്നത് അല്ലാഹുവിന് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അവിടെ ഒന്ന് പറയുന്നു, 4-ാമതായിട്ട് പറയുന്നു വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം. ഇവിടെ നിന്ന് വഅള് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പള്ളിയിലോട്ട് കൊല്ലത്തിലോട്ട് കടന്നു പോകോ, അതല്ലെങ്കിൽ ഇവിടെ വെച്ച് മരിച്ചിട്ട് എന്റെ ജനാസയുമായിട്ട് പള്ളിക്കാട്ടിലോട്ട് പോകോ എന്നുള്ള കാര്യം അറിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഞാൻ എവിടെ കിടന്നു മരിക്കുമെന്നുള്ള കാര്യം അറിയാവുന്നതും അല്ലാഹുവിന് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമ്മളെല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണെന്ന്. 1, അല്ലാഹുവിൽ വിശ്വസിക്കുക. 2, അവന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 3, അവന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക. ഇങ്ങനെ പഠിച്ചു വന്ന അവസാനം നമ്മൾ പഠിച്ചു വന്നുണ്ട് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഈ ഒരു വിശ്വാസം ഇല്ലാതായി പോകുമ്പോഴാണ് ജ്യോതിശാലയങ്ങളിലോട്ട് ഓടുന്നത്. നമസ്കരിക്കാത്തവൻ പോലും കൃത്യമായിട്ട് കടന്നു വരുന്ന സ്ഥലം ജ്യോതിശാലയാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിപ്പുറത്തൊരു ചെറിയ പരീക്ഷണം കടന്നു വരുമ്പോ ഇതെന്റെ റബ്ബെനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ